ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ട് 2x ഇട്ട് കാണാം. ഇന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യയുടെ റീസെന്റ് ഫിലിമായ കങ്കുവയാണ്. നല്ല സ്റ്റോറി പ്ലോട്ട് ഉണ്ടായിരുന്നിട്ട് പടം വിചാരിച്ച അത്ര വിജയമായിരുന്നില്ല. എന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഈ മൂവി ഞാനൊരു ഫാന്റസി മൂവി ആയിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തെ യുദ്ധങ്ങൾ നടന്നിരുന്നത് പണത്തിനും അധികാരത്തിനും സ്ത്രീകൾക്കും വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വർഷം 2025. ഗുജറാത്തിലെ അൺനോൺ ആയിട്ടുള്ള ഒരു സയൻസ് ലാബ്. അവിടേക്ക് ഊമയായ സേറ്റ എന്ന കുട്ടിയെ കുറച്ച് ആളുകൾ പിടിച്ചുകൊണ്ടിരുന്നു. അവനെ കൂടാതെ മറ്റൊരുപാട് കുട്ടികളുള്ള ഒരു ഹോസ്റ്റൽ പോലത്തെ മുറിയിൽ സേറ്റയെ പൂട്ടിയിടുന്നു. ലാബിലെ ആളുകൾ പല മരുന്നുകളും ഇഞ്ചക്ഷനുകളും ഇവർക്കൊക്കെ കൊടുക്കുന്നു. അവിടെയുള്ള കുട്ടികളെ എല്ലാം തട്ടിക്കൊണ്ടുവന്നതാണ്. മെഡിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന ലാബ് എന്ന വ്യാജേനെ മറ്റു പരീക്ഷണങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലാബിലെ ഒരു പൂളിൽ കുറച്ച് ജെല്ലി ഫിഷസ് ഉണ്ട്. അവ സാധാരണ ജെല്ലി ഫിഷസ് അല്ല, ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്ന ടെറിട്ടോപ്പസിസ് ഡോർണിയ എന്ന വർഗ്ഗമാണ്. ഇവ ഇമ്മോർട്ടൽ ആണ് എന്ന് വെച്ചാൽ ഒരിക്കലും മരണപ്പെടില്ല എന്നല്ല, സ്വാഭാവികമായിട്ടുള്ള മരണം ഈ വർഗ്ഗത്തിന്. ഈ ജെല്ലി ഫിഷസിന്റെ എൻസൈംസും സെൽസും ഹോർമോൺസും എല്ലാം വെച്ച് മനുഷ്യന്റെ വാർദ്ധക്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കൊണ്ടുപോയി വീണ്ടും ആയുസ് കൂട്ടി സ്വാഭാവിക മരണം ഇല്ലാതാക്കുന്ന ഇൻവെൻഷൻ ആണ് ഈ ലാബിൽ ഇവരുടെ മെയിൻ പരിപാടി. ഇത് വില്ലനായ റയാന്റെ ലാബാണ്. ഈ പരീക്ഷണങ്ങൾ കൂടാതെ മറ്റു പല ഫ്യൂച്ചറിസ്റ്റിക് പരീക്ഷണങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. ഈ പരീക്ഷണങ്ങൾക്കായി തട്ടിക്കൊണ്ടുവന്ന ചെറിയ കുട്ടികളെയാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം കുട്ടിയായ അവസ്ഥയിൽ നിന്നാണ് മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തുക. അതുകൊണ്ടാണ് അവർ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ ലാബിലെ സയന്റിസ്റ്റുകൾ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് റിവീൽ ചെയ്യുന്നു. അങ്ങനെ സേറ്റയെ ടെസ്റ്റിന് വിധേയനാക്കുന്ന ദിവസം വന്നെത്തിയിരിക്കുന്നു. അവനെ ലാബിലെ ഗ്ലാസ് വാൾസിനുള്ളിലൂടെ ഒരു മെഷീനിൽ പരീക്ഷണത്തിലായിട്ട് ഇരുത്തി സയന്റിസ്റ്റ് തന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ഈ പരീക്ഷണം ഇതുവരെ സക്സസ് ആയിട്ടില്ല. ഇതിന് വിധേയരായ എല്ലാ കുട്ടികളും പരീക്ഷണത്തിന്റെ ഇടയിൽ വെച്ച് മരിച്ചു പോവുകയാണ് പതിവ്. സിസ്റ്റം ഓൺ ആവുമ്പോൾ സേറ്റയുടെ മനസ്സിൽ എന്തൊക്കെയോ മിന്നി മാറി പോകുന്നുണ്ട്. പെട്ടെന്ന് ആ മെഷീനിൽ നിന്ന് പുകയും സ്പാർക്കും എല്ലാം വന്നിട്ട് ആ മെഷീൻ പൊട്ടിത്തെറിച്ച് സേറ്റ താഴേക്ക് തെറിച്ചു വീഴുന്നു. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അവിടെ നിന്ന് സയന്റിസ്റ്റുകളും തെറിച്ചു വീഴുന്നുണ്ട്. അവിടുത്തെ ഒരു മോണിറ്ററിൽ റിവൈൻഡഡ് 1600 ഇയേഴ്സ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ശബ്ദം കേട്ട് സേറ്റയും മരിച്ചു കാണുമെന്ന് വിചാരിച്ച് ഓടി വന്ന വില്ലൻ ഗ്യാങ്ങിന് അവിടെ നിന്ന് സേറ്റ ജീവനോടെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. മെയിൻ വില്ലൻ റയാൻ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്റത്തിൽ റിവൈൻഡഡ് 1600 ഇയേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. അത് കണ്ട് റയാൻ തന്റെ ഗ്യാങ്ങിലെ മെയിൻ ആളോട് 10 കൊല്ലമായി ഞാൻ ഈ പരീക്ഷണം തുടങ്ങിയിട്ട് ഇതുവരെ സക്സസ് ആകാത്ത ഈ ടെസ്റ്റിന് ഇന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. ആദ്യമായിട്ട് ഈ ടെസ്റ്റിന് ശേഷം ഒരു കുട്ടി ജീവനോടെ പുറത്തു വന്നിരിക്കുന്നു. അവനെ എനിക്ക് ജീവനോടെ വേണമെന്ന് റയാൻ അവരോട് പറയുന്നു. അവർ സേറ്റയെ അന്വേഷിച്ചിറങ്ങുന്നു. റയാൻ ആരാണെന്ന് ഈ സമയം നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. ഇതേ സമയം സേറ്റ ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു. അവന്റെ മനസ്സിൽ മിന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖം സിനിമയിലെ പോലെ അവൻ ആ ട്രെയിനിൽ വരയ്ക്കുന്നു. പിറ്റേന്ന് ഈ ട്രെയിൻ ഗോവയിൽ നിർത്തുമ്പോൾ സേറ്റ ഗോവയിൽ ഇറങ്ങുന്നു. റോഡിലൂടെ നടക്കുമ്പോൾ ഒക്കെ ഇവനെ കുറെ ഓർമ്മകൾ ഇങ്ങനെ അലട്ടുന്നുണ്ട്. ആകെ തളർന്നാണ് അവന്റെ നടപ്പ്. വഴിവക്കിൽ വീണു പോയ ഇവനെ ഡിഷ പട്ടാണിയും യോഗി ബാബുവും കാണുന്നു. അവർ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ആരോരും ഇല്ലാത്തവനാണ് സേറ്റ എന്ന് മനസ്സിലാക്കിയ ഇവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഒരു വീടും സയൻസ് ലാബും ചേർന്ന സെറ്റപ്പാണ്. സയന്റിസ്റ്റ് ആയ സൂര്യയുടെ ക്യാരക്ടർ ഫ്രാൻസിസിന്റെ സയൻസ് ലാബാണിത്. റയാൻ ചെയ്യുന്ന പോലുള്ള മറ്റൊരു പരീക്ഷണമാണ് ഫ്രാൻസിസ് ഇവിടെ ചെയ്യുന്നത്. ഒരാളുടെ DNA ആൻഡ് സെൽസ് വെച്ചിട്ട് അയാളുടെ മുൻ ജന്മങ്ങളുടെ രൂപാന്തരങ്ങൾ അറിയുക എന്ന എക്സ്പെരിമെന്റ് ആണ് ഫ്രാൻസിസ് ഇവിടെ ചെയ്യുന്നത്. സേറ്റയെ കാണുമ്പോൾ ഫ്രാൻസിസിനെ കാണുമ്പോൾ സേറ്റയ്ക്കും എന്തൊക്കെയോ കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. യോഗി ബാബു നടന്നതെല്ലാം ഫ്രാൻസിസിനോട് പറയുന്നു. ഈ ചെറുക്കനാണെങ്കിൽ ഫ്രാൻസിസിനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഊമയായതിനാൽ അവൻ പറയുന്ന ഒന്നും ഫ്രാൻസിസിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ പയ്യൻ ചുമരിൽ സിനിമയിലേതുപോലെ കങ്കുവയുടെ പടം വരയ്ക്കുന്നു. പക്ഷെ അപ്പോഴും അവർക്കൊന്നും പിടിയിട്ടുന്നില്ല. അങ്ങനെ ഡിഷ തൽക്കാലം അവനെ നമ്മുടെ കൂടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് പയ്യനെ ഒരു മുറിയിലാക്കുന്നു. ആ ചുമരിലെ ഫോട്ടോ നോക്കി നിൽക്കുമ്പോൾ ഫ്രാൻസിസിന് എന്തൊക്കെയോ അലട്ടുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് ഫ്രാൻസിസും തന്റെ ടീമും പരീക്ഷണത്തിലേക്ക് കടക്കുന്നു. ഫ്രാൻസിസിന്റെ മെയിൻ ടെസ്റ്റർ ആണ് യോഗി ബാബു. അങ്ങനെ ഫ്രാൻസിസിന്റെ ലാബിലെ ഒരു മെഷീനിൽ യോഗി ബാബുവിനെ കിടത്തുന്നു. ഫ്രാൻസിസും ഡിഷയും കൂടെ മോണിറ്ററിൽ ചില ഓപ്ഷൻസ് എല്ലാം ഞെക്കി തങ്ങളുടെ പരീക്ഷണം സ്റ്റാർട്ട് ആക്കുന്നു. ഈ മെഷീനിലൂടെ ഒരാളുടെ മുൻ ജന്മത്തിൽ അയാൾ ഏത് ജീവജാലമായിരുന്നെന്നും മുൻ ജന്മത്തിൽ അയാളുടെ ആയുസും ഏതൊക്കെ കാലഘട്ടത്തിലാണ് അയാൾ ജനിച്ചതെന്നും അറിയാൻ സാധിക്കുന്ന ഒരു മിഷനാണിത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരീക്ഷണമാണിത്. ഇതുവരെ സക്സസ് ആയിട്ടില്ല. സോ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. ആ സമയം സേറ്റ ഫ്രാൻസിസും ടീമും കാണാതെ ലാബിൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് വന്ന് നോക്കുന്നു. ഇത്തവണ ആ എക്സ്പെരിമെന്റ് സക്സസ് ആയിരിക്കുന്നു. ആ മിഷനിലൂടെ യോഗി ബാബുവിന് മുന്നും 3 ജന്മം ഉണ്ടായിരുന്നെന്നും പാമ്പ്, കുരങ്ങൻ, എലി എന്നിവയായിരുന്നവയെന്നും അവർക്ക് മനസ്സിലാവുന്നു. പിന്നീട് ഡിഷയെ അനലൈസ് ചെയ്യുമ്പോൾ അവൾ മുൻ ജന്മത്തിൽ ഒരു പെൺ സിംഹമായിരുന്നു. ഇതിനു മുന്നേ ഒരു ജന്മമേ അവൾക്കുണ്ടായിരുന്നുവെന്ന് മനസ്സിലാവുന്നു. എക്സ്പെരിമെന്റ് സക്സസ് ആയ സന്തോഷത്തിലാണ് ഇപ്പോൾ അവർ. പിന്നീട് ഫ്രാൻസിസ് ടെസ്റ്റിന് വിധേയനാകുന്നു. പക്ഷേ ഫ്രാൻസിസിന്റെ ടെസ്റ്റിൽ അവർ ചില അസ്വാഭാവികതകൾ കാണുന്നു. ഇതിനു മുന്നേ ഫ്രാൻസിസിന് 3 ജന്മങ്ങൾ ഉണ്ടായിരുന്നു. 3ലും അവൻ മനുഷ്യൻ തന്നെയായിരുന്നു. ഈ 3 ജന്മങ്ങളിലും അവന്റെ ആയുസ് 40 വർഷമായിരുന്നു. ഇപ്പോഴത്തെ ജന്മവും കൂട്ടിയുള്ള 4 ജന്മത്തിലും അവന്റെ DNA 90% സാമ്യമുള്ളവയാണ്. ഫ്രാൻസിസിന്റെ ഫസ്റ്റ് ജന്മം AD 365-ലും സെക്കൻഡ് ജന്മം 905-ലും തേർഡ് 1445-ലും ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് 1985-ലുമാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ഓരോ 500 വർഷം കഴിയുമ്പോഴും ഫ്രാൻസിസ് പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം അവനെയും അവന്റെ ടീമിനെയും ക്യൂരിയസ് ആക്കി. 90% DNA സാമ്യതയുള്ള ഒരേ മനുഷ്യൻ തന്നെയായിരുന്നു ഫ്രാൻസിസ്. അതിലുപരി അവനെ അലട്ടുന്ന കാര്യമാണ് അവന്റെ പ്രായം. ഇപ്പോൾ അവന് 40 വയസ്സാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ 41 വയസ്സാവും. സോ അവന്റെ പാസ്റ്റ് സത്യമാണെങ്കിൽ ഈ 2 മാസത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും മരിക്കാം. അവന്റെ ഇത്രയും വർഷത്തെ സ്വപ്നം പോലും അവന് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനായില്ല. സോ അവൻ ഇങ്ങനെ പുനർജനിക്കുന്നതിന് പിന്നിൽ എന്തോ കാരണമുണ്ടെന്നും അത് കണ്ടുപിടിച്ച് ഈ ജന്മത്തിൽ സാക്ഷാത്കരിച്ചാൽ അവന്റെ ആയുസ് കൂട്ടാമെന്നും ഫ്രാൻസിസ് വിശ്വസിച്ച് അവൻ തന്റെ പുനർജന്മങ്ങളെ പറ്റി അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നു. ഫ്രാൻസിസ് യോഗി ബാബുവിനെ സേറ്റയുടെ സംരക്ഷകനാക്കി അവിടെ നിർത്തിയിട്ട് ഫ്രാൻസിസും ഡിഷയും കൂടെ തന്റെ ജന്മങ്ങളുടെ ചുരുടുകൾ അഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഫ്രാൻസിസ് ഓരോ തവണയും ജനിച്ച വർഷങ്ങളുടെ പ്രത്യേകതകളും അപ്പോൾ നടന്ന മഹാസംഭവങ്ങളും അന്വേഷിക്കുന്നു. ഫ്രാൻസിസ് അങ്ങനെ AD
1965 കാര്യങ്ങൾ തപ്പിയിറങ്ങുന്നു. അവർക്ക് ഒരു ഹിന്റ് കിട്ടുന്നു. ഇന്റർനെറ്റിൽ ഒരു ബുക്കിനെ പറ്റി ഒരാൾ പറഞ്ഞത് അവർ കാണുന്നു. ആ ബുക്ക് അവർ കണ്ടുപിടിക്കുന്നു. 1985 ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ആ ബുക്കിൽ ഇതേ കണ്ടന്റുള്ള മറ്റു 9 ബുക്സിനെ പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ ആ 10 ബുക്കും അവർ കണ്ടെത്തി വായിക്കുന്നു. ആ ബുക്കുകളിലെല്ലാം കോമൺ ആയിട്ടുള്ളത് 3 ട്രൈബ്സും അവിടുത്തെ ലീഡേഴ്സിനും പറ്റിയാണ്. അതിൽ പല പല ചിത്രങ്ങളും വരച്ചു ചേർത്തിട്ടുണ്ട്. അതിലൊരു ചിത്രം കണ്ടിട്ട് ഫ്രാൻസിസ് ഞെട്ടി. സേറ്റ തന്റെ വീടിന്റെ ചുമരിൽ വരച്ച അതേ ആളുടെ മറ്റൊരു ചിത്രം. ഈ സമയം അവർ നേപ്പാളിലാണ്. ബുക്കിലുള്ള കങ്കു എന്ന ട്രൈബ് ലീഡറിന്റെ ചിത്രങ്ങൾക്ക് ഫ്രാൻസിസിന്റെ അതേ മുഖച്ഛായാണ്. അതും വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത കാലഘട്ടത്തിൽ, വ്യത്യസ്ത ലുക്കിലുള്ള ചിത്രങ്ങൾ. ഈ 10 ബുക്കും എഴുതിയിരിക്കുന്നത് പല വർഷങ്ങളിലായിട്ടാണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ബുക്കാണ് 1985 എഴുതിയ ബുക്ക്. അതിന്റെ ഓതർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവരറിയുന്നു. അങ്ങനെ അയാളെ കണ്ടുപിടിച്ചിട്ട് അവർ രാജസ്ഥാനിലേക്ക് എത്തുന്നു. ഒരു വയസ്സായ മുടിയും താടിയൊക്കെ വളർത്തിയ ഒരു കിളവനാണത്. ബോബി ഡേയോളാണ് ഈ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അവൻ ഫ്രാൻസിസിനെ കണ്ടത് ഞെട്ടുന്നു. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് ബോബി ഡിയോൾ ഫ്രാൻസിസിനോട് പറയുന്നു. ഞങ്ങൾ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വന്നതാണ്. ഇതിലെ കങ്കു എന്ന ആൾക്കും എനിക്കും ഒരേ മുഖച്ഛായാണ്. താങ്കൾ വരച്ച 1985 ബുക്കിലെ കങ്കുവയ്ക്കും എന്റെ മുഖം തന്നെയാണ്. ഇതിൽ പരാമർശിച്ച മറ്റ് 9 ബുക്കുകളും എഴുതിയതാരാണ്? അതെല്ലാം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബുക്സ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഓരോ ജന്മത്തിലും കങ്കുവയുടെ DNA-യിലും മുഖച്ഛായയിലും പുനർജനിക്കുന്നത്? ഇനി താനും എന്നെ പോലെ ആരുടെയെങ്കിലും പുനർജന്മമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഫ്രാൻസിസ് ബോബിനോട് ചോദിക്കുന്നു. അതിന് മറുപടി ആയിട്ട് ബോബി, ആദ്യം നീ അറിയേണ്ടത് നിന്റെ പൂർവികനായ കങ്കുവിനെ പറ്റിയാണ്. ബാക്കിയെല്ലാം നിനക്ക് താനെ മനസ്സിലായിക്കോളൂ എന്ന് ഫ്രാൻസിസിനോട് ബോബി പറയുന്നു. അങ്ങനെ ബോബി ഫ്രാൻസിസിന്റെ ആദ്യ ജന്മമായ കങ്കുവയുടെ കഥ പറയുന്നു. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് വരുന്നത്. കങ്കുവയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ, അതായത് AD 405 ഈ കഥ നടക്കുന്നത്. 7 ദിവസം ഒരു അഗ്നിപർവ്വതം നിർത്താതെ ലാവ വിക്ഷേപിച്ചുകൊണ്ടുണ്ടായ 3 സ്ഥലങ്ങളാണ് കങ്കുവ താമസിക്കുന്ന പെരുമാച്ചി ട്രൈബ്, ഉദിരൻ താമസിക്കുന്ന ആരതി ട്രൈബ് ആൻഡ് നടരാജൻ താമസിക്കുന്ന മണ്ടയാർ ട്രൈബ്. ഇവരുടെ പൂർവികരുടെ കാലത്ത് ഇതെല്ലാം ഒറ്റ ട്രൈബായിരുന്നു. എന്നാൽ ആ വോൾക്കാൻ എക്സ്പ്ലോഷന് ശേഷം നല്ല സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ പൊരുതി. അങ്ങനെ അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ആ പണ്ടത്തെ യുദ്ധത്തിൽ ജയിച്ച കങ്കുവ ട്രൈബിന് ഫെർട്ടൈൽ ആയ പെരുമാച്ചിയും യുദ്ധത്തിൽ തോറ്റ ഉദിരന്റെ ട്രൈബിന് ഡ്രൈലാൻഡ് ആയ ആരതിയും കിട്ടി. യുദ്ധത്തിൽ പെരുമാച്ചി ട്രൈബിനോടൊപ്പം നിന്നവർക്ക് കടൽ തീരമായ മണ്ടയാർ ട്രൈബും കൊടുത്തു. മണ്ടയാർ ട്രൈബ് മത്സ്യബന്ധനക്കാരാണ്. നന്നായി നീന്തുകയും കപ്പലൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നവർ. കടൽ ഇവർക്ക് എല്ലാം കൊടുത്തതിനാൽ ഇവര് വെള്ളത്തെ ദൈവമായിട്ട് കാണുന്നു. പെരുമാച്ചി ആണെങ്കിൽ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ്. ബേസിക്കലി ഇവര് ഹണ്ടേഴ്സ് ആണ്. അവിടുത്തെ പ്രിൻസ് ആണ് കങ്കുവ. കങ്കുവ ആണെങ്കിൽ നല്ല കിടു ഫൈറ്ററും ഹണ്ടറും ഒക്കെയാണ്. തന്റെ നാടിന് ജീവന് തുല്യം സ്നേഹിക്കുന്നവനാണ്. നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നവൻ. ഇവരെ അഗ്നിയെയാണ് ദൈവമായിട്ട് കാണുന്നത്. ഇനിയുള്ള ഉദിരന്റെ ട്രൈബ് ഒരു ഡ്രൈ ലാൻഡിൽ ജീവിക്കുന്നതിനാൽ ഇവർക്ക് ആ നാട്ടിൽ വെള്ളത്തിനും ഫുഡിനും ഒക്കെ നല്ല ക്ഷാമമാണ്. ദുർമന്ത്രവാദങ്ങളും ബലിയും എല്ലാം ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ മെയിൻ പരിപാടി ഓരോ രാജാക്കന്മാർക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത് ആളുകളെ കൊല്ലുക എന്നാണ്. ഈ കൊന്ന ആളുകളെല്ലാം ഇവർ ആരതിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ചോര വെച്ചിട്ട് ബലിയും ആചാരങ്ങളൊക്കെ ചെയ്യും. ഇവരുടെ ഇറച്ചി കഴിക്കും. ഇവർ ശരിക്കും നരഭോജികളെ പോലെയാണ്. രക്തത്തിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന കൊടും പിശാചുകളാണ് ഇവർ. പെരുമാച്ചിക്കാർ അവരുടെ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകാറില്ല. പെരുമാച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ആയുധങ്ങളും പ്രതിമകളും എല്ലാം സ്വർണ്ണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് വോൾക്കാൻ എക്സ്പ്ലോഷനിൽ ലാവ് ഒഴുകിയ വഴികളിൽ പാറകളിൽ മിന്നലും മഴയും ഒക്കെ കൊണ്ടിട്ട് പെരുമാച്ചിയിൽ നല്ല ഗോൾഡ് നിക്ഷേപമുണ്ട്. എന്നാൽ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത ഇവർക്ക് സ്വർണ്ണത്തിന്റെ മൂല്യം പോലും അറിയില്ല. ഉദിരന്റെ ഗ്യാങ്ങിന് കൊല്ലുക, ബലി കൊടുക്കുക, പെരുമാച്ചി സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണോ ഉള്ളത്. ഇനി ഒരിക്കലും തമ്മിൽ പോരടിക്കില്ല എന്ന ഉടമ്പടി ഇവരുടെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയതിനാൽ 3 ട്രൈബ്സും അത് ഇപ്പോൾ കാത്തു സൂക്ഷിച്ചു പോരുന്നു. 3 ട്രൈബിലേക്കും കയറാനായിട്ട് പുറത്തുനിന്ന് ഒരേ ഒരാൾക്ക് അനുവാദമുള്ളൂ. അത് റോമ രാജാവിന്റെ ദൂതന് മാത്രമാണ്. പെരുമാച്ചിൽ ഗോൾഡ് നിക്ഷേപം ഉണ്ടെന്ന് റോമർക്ക് ഈ ദൂതൻ പണത്തിന് വേണ്ടിയിട്ട് ചോർത്തി കൊടുത്തു. സോ റോമർക്ക് പെരുമാച്ചി വേണം. പക്ഷെ നേരെ കയറി ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. പുറത്തു നിന്ന് ഒരു ഭീഷണി വന്നാൽ ഈ ട്രൈബുകൾ ഒന്നിച്ചു നിൽക്കും. കടലിലും കരയിലും ഇവർ ശക്തരായതിനാൽ റോമർക്ക് അറിയാം അവരെ കീഴടക്കാനായിട്ട് എളുപ്പമല്ലാന്ന്. അതുകൂടാതെ 14 വർഷങ്ങൾക്ക് മുന്നേ മണ്ടയാർ നേതാവ് കൊടുവന് ഒരു കുഞ്ഞു പിറന്നു. ഇവൻ പിറന്നത് പിന്നെയാണ് മണ്ടയാർ പച്ചപിടിച്ചത്. ആ നാട് പെരുമാച്ചി പോലെ അഭിവൃദ്ധിപ്പെട്ടു. ധാരാളം മഴയും വെള്ളവും ആ നാടിന് ലഭിച്ചു. ഈ കുഞ്ഞിന് ഒരു സിദ്ധിയുണ്ട്. തീ മൂലം ഈ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏക്കില്ല. മാത്രമല്ല അവന് ഒരുപാട് സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനും മീനുകളെ പോലെ പെട്ടെന്ന് നീന്താനും ഒക്കെ സാധിക്കും. ഈ കുഞ്ഞിന്റെ കാര്യം മണ്ടയാർ വളരെ രഹസ്യമാക്കി വെച്ചു. അവന്റെ 15ാം പിറന്നാൾ ആ നാട്ടിൽ ആഘോഷിച്ചപ്പോൾ റോമരുടെ ദൂതൻ ഈ രഹസ്യമെല്ലാം മനസ്സിലാക്കി. റോമരുടെ നിർദ്ദേശപ്രകാരം ഈ ദൂതൻ ആരതി ചെന്ന് ഈ രഹസ്യം ഉദിരനോട് പറഞ്ഞു. ഇതറിഞ്ഞ ആ ട്രൈബിലെ സന്യാസി ആ കുഞ്ഞിന്റെ ചോര ഇവിടെ ബലി കൊടുക്കാൻ പറഞ്ഞു. നമുക്കിടയിൽ പണ്ട് ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നു. ജലത്തെ കൺട്രോൾ ചെയ്യുന്ന, അഗ്നിക്ക് ഒന്നും ചെയ്യാനാകാത്ത ഒരു കുഞ്ഞിനെ ബലി കൊടുക്കുന്ന ആൾക്ക് അമർത്തിനാകാമെന്നും ആ നാട്ടിൽ മഴയും വെള്ളവും ലഭിക്കുമെന്നും ആ സന്യാസി പറഞ്ഞു. എന്നാൽ നമ്മൾ മണ്ടയാറിനെ നേരിട്ട് പോയിട്ട് ആക്രമിച്ച പെരുമാച്ചി അവരുടെ കൂടെ നിൽക്കുമെന്നും പിന്നെ അവരെ നമുക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും മറ്റുള്ള ആളുകൾ ഉദിരനോട് പറയുന്നു. ആ ദൂതൻ അപ്പോൾ റോമൻസ് നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന നിനക്ക് ഈ 3 ട്രൈബിന്റെയും രാജാവായിട്ട് വാഴാമെന്നും പകരം റോമൻസിന് പെരുമാച്ചിയിലുള്ള സ്വർണ്ണം മുഴുവൻ കൊടുത്താൽ മതിയെന്നും ദൂതൻ ഉദിരനോട് പറയുന്നു. ഉദിരൻ ആ ഡീലിന് സമ്മതിച്ചു. പിന്നീട് റോമൻ രാജാവും ദൂതനും നേരെ മണ്ടയാറിലേക്ക് ചെന്ന് കപ്പൽ പണിയാൻ 100 പേരെ വേണമെന്ന് പറയുന്നു. ഒരു 20ഓളം റോമൻസ് മണ്ടയാറിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. ആ സമയം മണ്ടയാറിലെ ആളുകൾ വേറെ ജോലികളിൽ തിരക്കിലായതിനാൽ റോമൻസ് പറഞ്ഞതനുസരിച്ച് ദൂതനും മണ്ടയാറിന്റെ ലീഡറായ കൊടുവനും കൂടെ പെരുമാച്ചിയിൽ ചെന്നിട്ട് അവിടുന്ന് ആളെ കൂട്ടുന്നു. ആദ്യം പെരുമാച്ചിയിലെ ലീഡർ അത് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവൻ അതിന് വഴങ്ങുന്നു. നാളെ 100 പേര് മണ്ടയാറിൽ എത്തുമെന്നും പറഞ്ഞിട്ട് പെരുമാച്ചി ലീഡർ വാക്ക് കൊടുക്കുന്നു. കൊടുവനും ദൂതനും കൂടെ അന്ന് തിരിച്ച് മണ്ടയാറിലേക്ക് പോകുന്നു. എന്നാൽ ഇത് റോമൻസിന്റെ ചതിയാണെന്ന് അവരറിഞ്ഞില്ല. പിറ്റേന്ന് 100 പെരുമാച്ചിക്കാർ മണ്ടയാറിലേക്ക് പോകുമ്പോൾ ഓൾറെഡി മണ്ടയാറിൽ താമസിച്ച റോമൻസ് മണ്ടയാർ ട്രൈബിന്റെ വേഷത്തിൽ ഈ 100 പേരെയും കൊന്നുകളഞ്ഞു. പക്ഷെ കൊടുവൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പെരുമാച്ചിയിൽ നിന്ന് വന്ന ആളുകളെ റോമൻസ് കൊണ്ടുപോയി എന്ന് കൊടുവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് റോമൻസ് വീണ്ടും 100 പേരെ കൂടി വേണമെന്ന് പറഞ്ഞു. വീണ്ടും കൊടുവനും ദൂതനും
ദൂതനും പെരുമാച്ചിയിൽ നിന്ന് 100 പേരെ കൂടെ കൂട്ടി. പിറ്റേന്ന് റോമൻസ് വേഷം കെട്ടി അവരെ ആക്രമിക്കാനായിട്ട് വീണ്ടും വന്നു. പക്ഷെ സിനിമയിലേതുപോലെ രക്ഷപ്പെട്ട ഒരാൾ ഓൾറെഡി എല്ലാം പെരുമാച്ചിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയിലേതുപോലെ ഇപ്പോഴാണ് കങ്കുവയുടെ എൻട്രി. വേഷം കെട്ടി വന്ന എല്ലാ റോമൻസിനെയും അവർ അവിടെ കൊന്നുവിട്ടു. ഈ യുദ്ധം കഴിഞ്ഞ് കങ്കുവയും ടീമും തിരിച്ചു പെരുമാച്ചിയിലേക്ക് പോയി. പക്ഷെ റോമർ അപ്പത്തേനും അടുത്ത ചതി ഒരുക്കിയിരുന്നു. ദൂതനെ ഒറ്റയ്ക്ക് നേരെ പെരുമാച്ചിയിലേക്ക് വിട്ടു. മണ്ടയാറും റോമറും കൂടെ ഒത്തുചേർന്ന് പെരുമാച്ചി പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചതിച്ചതാണെന്ന് അവൻ കുത്തിത്തിരിപ്പുണ്ടാക്കി. സത്യത്തിൽ മണ്ടയാറിന് ഇതിന് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണവന്മാരുടെ ഉടമ്പടി തെറ്റിച്ചതിൽ ഭ്രാന്ത് പിടിച്ച കങ്കുവ മണ്ടയാറിനെ ആക്രമിച്ചു. അവിടെയുള്ള ഓരോരുത്തരെയും അവർ കൊന്നു. മണ്ടയാറിനെ തിരിച്ചൊന്ന് ആക്രമിക്കാൻ കഴിയുന്നതിന് മുന്നേ തന്നെ കങ്കുവയും ടീമും എല്ലാവരെയും തീർത്തു. തങ്ങളെ ചതിച്ച ട്രൈബൽ ലീഡർ കൊടുവേനെയും അവന്റെ കുടുംബത്തിനെയും തങ്ങളുടെ നാട്ടിലിട്ട് കൊല്ലാനായിട്ട് അവർ പെരുമാച്ചിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് സിനിമയിലേതുപോലെ കൊടുവനെയും അവന്റെ ഭാര്യനെയും അവർ പെരുമാച്ചിയിലിട്ട് കത്തിച്ചു കൊല്ലുന്നു. അതുപോലെ ആ ചെക്കനെയും അവർ കത്തിക്കുന്നു. പക്ഷെ അവനൊരു പൊള്ളല് പോലും ഏറ്റില്ല. അത് കണ്ട് കങ്കുവയും ടീമും അത്ഭുതപ്പെട്ടു. എല്ലാം നശിപ്പിക്കുന്ന അഗ്നിക്ക് നശിപ്പിക്കാനാകാത്ത ഒരുവൻ. അവിടെ നിന്നൊരു മുത്തശ്ശി ഈ നാട് ഒന്നായിരുന്നപ്പോ ഇതുപോലെ ഒരു കുഞ്ഞു ജനിക്കുമെന്നും അവനെ നമ്മൾ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കണമെന്നും ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അഗ്നിക്ക് ഒന്നും ചെയ്യാനാകാത്ത ജലം സിരകളിൽ ഓടുന്ന ആ അത്ഭുത ബാലനാണ് ഇവൻ. അവനെ സംരക്ഷിക്കണമെന്ന് ആ മുത്തശ്ശി പറയുന്നു. പക്ഷെ എല്ലാവരും അവനെ കൊല്ലാൻ പറയുമ്പോൾ കങ്കുവ അവരെ തടയുന്നു. കാരണവന്മാരുടെ വാക്കിന് വില കൽപ്പിക്കണമെന്ന് അവൻ പറയുന്നു. തങ്ങളെ ചതിച്ച ഗോത്രത്തിലുള്ളവർ ഏത് അത്ഭുത ബാലനായാലും അവനെ കൊല്ലണമെന്ന അഭിപ്രായമുള്ളവർ ആ കുട്ടിയെ സംരക്ഷിക്കുന്നവർക്കെതിരെ നിന്നു. ഇതിനിടയിൽ ബുദ്ധിമാന്മാരായ റോമൻസ് ഉദിരനായിട്ട് ഡീല് പറഞ്ഞെങ്കിലും റോമൻസിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഈ 3 ട്രൈബിനെയും തമ്മി തല്ലിച്ച് തീർത്ത് 3 സ്ഥലങ്ങളും കൈക്കലാക്കുക. ഈ 3 നാട്ടിലൂടെയും അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ലാവ് ഒഴുകിയിട്ടുണ്ട്. ഗോൾഡിന് നിക്ഷേപം പെരുമാച്ചിൽ മാത്രമല്ല 3 നാട്ടിലും ഉണ്ടാവുമെന്ന് അവർക്കറിയായിരുന്നു. അങ്ങനെ അവർ അടുത്ത കരു നീക്കി. ദൂതനെ വിട്ട് ഉദിരനോട് നിങ്ങൾ ബലി കൊടുക്കാൻ അന്വേഷിക്കുന്ന കുട്ടി ഇപ്പോൾ പെരുമാച്ചിയിലുണ്ടെന്ന് അവനോട് പറയുന്നു. അത് മാത്രമല്ല ദൂതൻ പിന്നീട് പെരുമാച്ചിയിൽ ചെന്ന് ആരതി ട്രൈബ് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നും ഈ കുട്ടിയാണ് അവരുടെ ലക്ഷ്യമെന്നും അവരുടെ സഹായിയായിട്ട് റോമൻസ് അവരുടെ കൂടെ ഉണ്ടെന്നും പറയുന്നു. ഈ ദൂതനെ വെച്ച് റോമൻസ് കളിക്കുന്നതാണെന്ന് സംശയം തോന്നിയ കങ്കുവ ദൂതനെ തീർക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ദൂതൻ നടന്നതെല്ലാം പറയുന്നു. കങ്കുവ വലിയ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്തു വന്നാലും ആ കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്ന് കങ്കുവ പ്രതിജ്ഞ എടുക്കുന്നു. എന്നാൽ ഈ കാര്യം കങ്കുവ വേറെ ആരോടും പറഞ്ഞില്ല. മണ്ടയാറിനെ കൊന്ന കുറ്റബോധം താൻ മാത്രമായി മതിയെന്ന് കങ്കുവ വിചാരിച്ചു. ഉദിരനും റോമൻസും ഒന്നിച്ചു നിന്ന തങ്ങളുടെ ട്രൈബ് തോക്കുമെന്ന് മനസ്സിലായ പെരുമാച്ചി ലീഡർ കങ്കുവ വേട്ടയ്ക്ക് പോകുമ്പോൾ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ ഉദിരന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പെരുമാച്ചി ലീഡറും കുറച്ച് ആളുകളും ഉദിരൻ ആ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുകയും യുദ്ധം ഒഴിവാക്കണമെന്നും പറയുന്നു. ഉദിരൻ അവരെ തൽക്കാലത്തേക്ക് വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ റോമൻസ് പെരുമാച്ചി ലീഡറെയും ബാക്കിയുള്ളവരെയും കൊന്ന് അവരുടെ ശരീരം പെരുമാച്ചിയിലേക്ക് അയക്കുന്നു. ഇതറിഞ്ഞ പെരുമാച്ചിക്കാർ ആകെ വയലന്റ് ആവുന്നു. സന്ധി സംഭാഷണത്തിന് പോയ ലീഡറെ ഉദിരൻ കൊന്നെന്ന് അവർ കരുതി. ഇതറിഞ്ഞ കങ്കുവ മുന്നേ നമ്മളുടെ 100 പേരെ കൊന്നതിന്റെ പിന്നിൽ മണ്ടയാറല്ല അത് റോമൻസ് ഉദിരനും ചേർന്നായിരുന്നു ചെയ്തതെന്ന് പറയുന്നു. ഇതിന് നമുക്ക് പകരം ചോദിക്കണമെന്നും ഉദിരനെ തീർക്കണമെന്നും കങ്കുവ തന്റെ ജനങ്ങളോട് പറയുന്നു. ഇതേസമയം ആരതിയിൽ ഉദിരൻ ബലികർമ്മങ്ങൾ ആരംഭിച്ചു. ആ ചെക്കന്റെ കൈ മുറിച്ച് ആ രക്തം വെച്ച് അവൻ പൂജ തുടങ്ങി. പൂജയ്ക്ക് ശേഷം ആ രക്തം അവൻ കുടിച്ചു. അപ്പോഴത് ആദ്യമായി ആ മണ്ണിൽ മഴ പെയ്തു. അതിന്റെ സന്തോഷത്തിൽ ചെക്കനെ ബലി കൊടുക്കാൻ പോകുമ്പോഴേക്കും കങ്കുവയും ട്രൈബും അമ്പ ചെയ്തുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. പിന്നീട് അവിടെ പൊരിഞ്ഞ യുദ്ധമാണ്. യുദ്ധത്തിനിടയിൽ 2 ട്രൈബിന്റെയും കുറെ ആളുകൾ ചത്തു വീണു. ഇതേസമയം റോമൻസ് ഉദിരന്റെ കൂടെ നിൽക്കാതെ അവർ തമ്മിൽ തല്ലിച്ചാവട്ടെ. അതിനുശേഷം ബാക്കിയാകുന്നവരെ തീർത്ത് 3 ലാൻഡ് കയ്യേറാമെന്ന് പ്ലാനിട്ട് അവർ പെരുമാച്ചിയിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയും യുദ്ധത്തിന് പോകാതെ പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിലിരുന്ന ആണുങ്ങളെയും റോമൻസ് കൊന്നു തുടങ്ങി. 2 സ്ഥലത്തെയും യുദ്ധം പാരലായിട്ടാണ് കാണിക്കുന്നത്. പെരുമാച്ചിയിലെ വീടുകളെല്ലാം റോമൻസ് കത്തിച്ചു. ആരതിയിൽ കങ്കുവയുടെ ട്രൈബ് ഉദിരന്റെ ഗ്യാങ്ങിനെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കങ്കുവയുടെ ട്രൈബാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ കങ്കുവയും ഉദിരനും തമ്മിലുള്ള ഫൈറ്റ് വരുന്നു. കങ്കുവ ഉദിരനെ കൊല്ലാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ എവിടുന്ന് ഒരുപാട് അമ്പുകൾ വന്ന് കങ്കുവയുടെ മേത്തും അവന്റെ ആളുകളുടെ മേത്തും ഒക്കെ തറച്ചു കയറും. ഇനി പാരലായിട്ടുള്ള സീൻസ് ആണ്. ഇതേസമയം പെരുമാച്ചിയിലും കാട്ടിൽ നിന്ന് അമ്പുകൾ പെരുമാച്ചി കീഴടക്കിയ റോമറുടെയും ദൂതന്റെയും നെഞ്ചിൽ വന്ന് തറച്ചു കയറുന്നു. 2 സ്ഥലത്തേക്കും ഒരുപാട് വേറെ ട്രൈബിലെ വസ്ത്രവിധാനങ്ങൾ ധരിച്ച ട്രൈബ്സ് വന്ന് പെരുമാച്ചിക്കാരെയും റോമൻസിനെയും ആക്രമിച്ചു കൊല്ലുന്നു. റോമൻ രാജാവിന്റെ തല കുതിരപ്പുറത്തും മുഖം റിവീലാക്കാത്ത ആൾ വന്ന് വെട്ടിക്കൊണ്ടുപോകുന്നു. ആരതിയിൽ കങ്കുവയും കുട്ടിയും വെച്ചു ബാക്കി എല്ലാ പെരുമാച്ചിക്കാരും മരിച്ചു വീണു. അപ്പോൾ റോമൻ രാജാവിന്റെ തലയുമായി രക്താംഗസൻ കുതിരപ്പുറത്ത് വരുന്നു. ഉദിരന്റെ മകനാണ് ഇയാൾ. ഇവൻ വരുമ്പോൾ ഇതുകൊണ്ടിരിക്കുന്ന മഴ നിൽക്കുന്നു. യുദ്ധത്തിൽ തോറ്റ കങ്കുവയുടെ മുന്നിലിട്ട് ആ കുട്ടിയെ ഉദിരൻ ബലി കൊടുക്കുന്നു. ഇത് കണ്ട് കങ്കുവ അലറി കരയുന്നു. ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ കണക്ക് പറയുമെന്ന് കങ്കുവ പറയുന്നു. അപ്പോൾ രക്താംഗസൻ കങ്കുവയുടെ തല വെട്ടി ബലിപീഠത്തിലേക്ക് വലിച്ചെറിയുന്നു. ഉദിരൻ വീണ്ടും രക്താംഗസന്റെയും ആളുകളുടെ അകമ്പടിയോടെ ചോരപ്പുഴയിലൂടെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് നമ്മൾ എൻഡ് ചെയ്തുകൊണ്ട് പ്രസന്റിലേക്ക് വരികയാണ്. അപ്പോൾ ബോബി ഫ്രാൻസിസിനോട് നിന്റെ എല്ലാ ജന്മത്തിലും നീ വീണ്ടും പെരുവയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുവയെ നിനക്ക് സംരക്ഷിക്കാനായില്ല. ഇത്തവണയും നീ പെരുവയെ കാണും. അവനെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് ഈ പുനർജന്മ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനാകൂ. സമയമാകുമ്പോൾ അവനെ നിന്റെ അടുത്തേക്ക് വിധി കൊണ്ടുവന്ന് എത്തിക്കും. നീ നിന്റെ ഈ ജന്മത്തിലെ കർമ്മം ചെയ്ത ഇതെല്ലാം ഈ ജന്മം കൊണ്ട് നിനക്ക് നിർത്താമെന്ന് ബോബി പറയുന്നു. ഫ്രാൻസിസ് മറുപടിയായിട്ട് അപ്പൊ ഉദിരൻ ഇതുവരെ പുനർജനിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ബോബി പെരുവയെ ബലി കൊടുത്തു കൊന്ന് അമർത്തിനായ ഉദിരനാണ് ഞാനെന്ന് പറയുന്നു. ഇത് കേട്ട് ഫ്രാൻസിസ് ഞെട്ടുന്നു. ആദ്യം ഈ അമർത്തിത എനിക്കൊരു വരമായിരുന്നു. എല്ലാം ഞാൻ കീഴടക്കി. പക്ഷേ ഇപ്പോൾ ഞാൻ മരണത്തിന് വേണ്ടി കൊതിക്കുകയാണ്. അത്ഭുത ബാലനെ കൊന്നാൽ കിട്ടുന്ന അമർത്തിത വരമല്ല, ശിക്ഷയാണ്. നീ എന്ന് നിന്റെ കർമ്മം ചെയ്യുന്നുവോ അന്നേ എനിക്ക് മരണമുള്ളൂ. നിന്റെ കയ്യിലുള്ള ഈ 10 ബുക്കും ഞാൻ എഴുതിയതാണ്. ഇത് കണ്ടാണ് ഓരോ തവണയും നീ എന്റെ അടുക്കിലേക്ക് എത്തിയത്. നീ ഓരോ ജന്മത്തിൽ എന്നെ കാണാൻ വന്നപ്പോഴുള്ള നിന്റെ രൂപമാണ് അതിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ഓരോ തവണയും നീ എന്റെ അടുത്ത് വന്നു പോകുമ്പോൾ നിനക്ക് 41 വയസ്സാവുന്ന നാൾ വരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാനിരിക്കും. ആ നാൾ കഴിഞ്ഞ് ഞാൻ ജീവനോടുണ്ടെങ്കിൽ നീ ഈ ജന്മത്തിന് വാക്ക് പാലിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെയും ഞാൻ 500 വർഷം കാത്തിരിക്കും നീ വീണ്ടും ജനിക്കാനായിട്ട്. ബോബി പറഞ്ഞ എല്ലാം കേട്ട് ഫ്രാൻസിസും
ഡിഷയും അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസിന് യോഗി ബാബുവിന്റെ ഒരു കോൾ വരുന്നു. കുറെ ആളുകൾ നമ്മുടെ ലാബിൽ വന്ന് ആ ചെക്കനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. നമ്മളുടെ ട്രാക്കർ ഞാൻ അവന്റെ കഴുത്തിലെ ലോക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് യോഗി ബാബു സൂര്യനോട് പറയുന്നു. സൂര്യ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ബോബി പിന്നിൽ നിന്നും ഇത്തവണയെങ്കിലും നീ എനിക്ക് മരണം തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് നീ ചത്ത സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിച്ചോ, കാരണം നിന്നെ കാത്ത് നരകത്തിൽ കങ്കു വെയിറ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് അവിടെ നിന്ന് പോകുന്നു. ഫ്രാൻസിസ് ഫോണിൽ സേറ്റയുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ അവൻ ഗുജറാത്തിലേക്ക് ട്രാവലിംഗ് ആണെന്ന് കാണിക്കുന്നു. പിന്നീട് വില്ലന്മാര് സേറ്റയെ ലാബിൽ എത്തിക്കുമ്പോൾ അവന് ഒരുപാട് ഉപദ്രവിച്ച് വീണ്ടും ആദ്യത്തെ പരീക്ഷണത്തിന് വിധേയനാക്കുന്നു. ഈ സമയം ഫ്രാൻസിസും ഡിഷയും കൂടെ ആ ലാബിലേക്ക് എത്തി ഗൺസും നൈഫും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടു ഫൈറ്റിന് ശേഷം ആ ലാബിലെ മറ്റു കുട്ടികളുടെ കാര്യം പോലീസിനെ അറിയിച്ച് സേറ്റയെ രക്ഷിച്ച് അവർ ഗോവയിലേക്ക് വരുന്നു. അങ്ങനെ റയാന്റെ ലാബ് പോലീസ് അടച്ചുപൂട്ടുന്നു. പിന്നീട് ഫ്രാൻസിസ് കലണ്ടറിൽ തന്റെ ബർത്ത്ഡേ ഡേറ്റിൽ എക്സ് മാർക്ക് വരച്ച് കുരിശ് വരച്ച് ഉറങ്ങാൻ കിടക്കുന്നു. നാളെയാണ് അവന്റെ 41ാമത്തെ ബർത്ത്ഡേ. ഇതേ സമയം ഉദിരനും കലണ്ടറിലെ നാളത്തെ ഡേറ്റ് നോക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ കട്ടിലിൽ മരിച്ച പോലെ കിടക്കുന്ന സൂര്യ എന്ന് കണ്ണു തുറക്കുമ്പോൾ പടം അവസാനിക്കുന്നു. ഇനി ടൈലന്റ് സീനാണ്. ഉദിരനും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് കാണിക്കുന്നു. അവൻ ഇപ്പോഴും മരിക്കാത്തതിൽ അത്ഭുതപ്പെടുന്നു. ഈ ജന്മത്തിലും ഫ്രാൻസിസ് കർമ്മം ചെയ്തില്ലല്ലോ എന്നോർത്ത് അവൻ വിഷമിച്ച് ഹാളിലേക്ക് നടക്കുമ്പോൾ ഹാളിൽ ഉദിരൻ എഴുതിയ ബുക്കുകൾ വായിച്ചിട്ട് ഒരാളിരിക്കുന്നു. അയാൾ ഉദിരനോട് ഈ ജന്മത്തിൽ അവൻ അവന്റെ കർമ്മം നിറവേറ്റി, പക്ഷെ ഞാൻ പുനർജനിക്കുന്നതിന്റെ കർമ്മം ആര് നിറവേറ്റുമെന്ന് ചോദിച്ചിട്ട് അയാളുടെ മുഖം റിവീൽ ചെയ്യുന്നു. അത് കാർത്തിയാണ്, ഗുജറാത്തിലെ ഫ്യൂച്ചറിസ്റ്റിക് ലാബ് ഓണർ റയാൻ. എന്റെ കർമ്മം നിറവേറ്റണമെങ്കിൽ ആദ്യം നിങ്ങളെ കൊല്ലണം, പക്ഷെ അമർത്തിനായി നിങ്ങളുടെ അമർത്യത പോകണമെങ്കിൽ കങ്കുവ ആദ്യം അവന്റെ കർമ്മം നിറവേറ്റണമായിരുന്നു. അത് അവൻ ഈ ജന്മത്തിൽ നിറവേറ്റി. ഇത്രയും നാള് അവൻ അത് ചെയ്യാത്തതിനാൽ എനിക്ക് എന്റെ കർമ്മം നിറവേറ്റാൻ പറ്റിയില്ല. അമർത്യനായ നിങ്ങളെ കൊല്ലാൻ കഴിയാതെ ഞാൻ വീണ്ടും പുനർജനിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അമർത്യത പോയിരിക്കുന്നു. ഇനി എനിക്ക് എന്റെ കർമ്മം പൂർത്തിയാക്കണം. എനിക്ക് മോക്ഷം വേണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത് നിങ്ങളോടൊപ്പം നിന്നതായിരുന്നു ഞാൻ. സ്വന്തം മകനാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നിങ്ങൾ എന്നെ ചതിച്ചു. നിങ്ങളുടെ ആത്മാവിന്, കങ്കുവയുടെ ആത്മാവിനുള്ള മോക്ഷം എന്റെ കൈകൾ കൊണ്ടാണ്. ഐ ആം സോറി ഡാഡ് എന്ന് പറഞ്ഞിട്ട് കാർത്തി തന്റെ തോക്കുകൊണ്ട് ബോബിയെ ഹെഡ് ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ വീടിന്റെ പുറത്ത് പാർക്ക് ചെയ്ത കാറിലേക്ക് അവന്റെ സംഘത്തിന്റെ അകമ്പടിയോടെ അവൻ വന്ന് കയറുന്നു. കാറിൽ കയറിയ കാർത്തി ഫോണിൽ ഫ്രാൻസിസിന്റെ ഫോട്ടോ നോക്കി ഐ ആം കമ്മിങ് ഫോർ യു എന്ന് പറയുന്നു. ഈ സമയം വീടിനകത്ത് മരിച്ചു കിടക്കുന്ന ബോബിയുടെ സമീപത്ത് കിടന്ന കാർത്തി വായിച്ച ബുക്കിൽ ചോര പിടിച്ച് കിടക്കുന്ന ഫ്രണ്ട് പേജ് കാണിക്കുന്നു. ആ ബുക്കിന്റെ പേര് രക്താംഗസന്റെ പുനർജന്മങ്ങൾ എന്നാണ്. കാറ്റില് ആ ബുക്കിന്റെ പേജുകൾ മറിയുമ്പോൾ നടു പേജിലെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും ആയിട്ട് കാർത്തിയുടെ 2 ഫോട്ടോസ് വരച്ചിരിക്കുന്നു. ഒന്ന് രക്താംഗസന്റെ രൂപവും 2 ഇപ്പോഴത്തെ രൂപവും. ഇത് കാണിച്ചിട്ട് പടം അവസാനിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.